ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീട്ടിലേക്ക് വരുന്ന സുഭാഷിനെ നോക്കുകയാണ് ഭാസ്കരനും സുധീഷും നികേഷും ഹരീഷും നിധിയുമെല്ലാം. സംശയത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി വരുന്ന സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് ഹരീഷും നികേഷും പറയുന്നു, നിക്കി സുഭാഷേട്ടാ ചോദിക്കട്ടെ എന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, സുഭാഷേട്ടാ പറയാതിരിക്കാൻ പറ്റില്ല, സുഭാഷിനൊരു ഭയങ്കരന. എന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചില്ലേ? സുഭാഷ് ചോദിക്കണേ, എന്താടാ കാര്യം പറയാതെ നിങ്ങൾ എല്ലാവരും എന്റെ ചുറ്റും നിന്നാൽ എന്താ അർത്ഥം? ഇത് കേട്ട് സുധീഷും നിധിയും ചിരിക്കുമ്പോൾ ഹരീഷ് പറയണ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നലെ രാത്രി സുഭാഷൻ എങ്ങോട്ടാ പോയെ? ചോദിക്കട. അങ്ങനെ ചോദിക്കുന്ന സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, എവിടെ പോയി? അപ്പൊ ഹരീഷ് ചോദിക്കണ, സുഭാഷ് ഉണ്ടെങ്കിൽ എവിടുന്നാ വന്നേ? ഒന്ന് ബദറി സുഭാഷ് ചോദിക്കണ, എവിടുന്ന് വന്നു? ഇത് കേട്ട് ഹരീഷ് പറയണ, ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ? നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ വന്നപ്പോഴെന്താ ചിരിച്ചോണ്ട് വന്നേ? സുഭാഷ് ചോദിക്കുന്നു, ഞാൻ ചിരിച്ചായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, നിക്കടാ, സുഭാഷ് ഏട്ടൻ പാവല്ലേ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിക്കാം. അവിനാശിന്റെ വീട്ടിലേക്ക് പോയില്ലേ? അവിടെ ചാന്ദിനി എന്ന് പേരുള്ള ഒരു പെണ്ണില്ലേ? ആ പെണ്ണ് എന്താ പറഞ്ഞേ? ഇത് കേട്ട് സുഭാഷ് നാണത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ? അപ്പൊ സുധീഷ് പറയണ, ചാന്ദിനിയുടെ ചേട്ടൻ സുഭാഷേനോട് ഒരു കാര്യം ചോദിച്ചു, അതിന് സുഭാഷേട്ടൻ എന്ത് മറുപടിയാ പറഞ്ഞേ? സുഭാഷ് ഏട്ടാ, ഞങ്ങളെല്ലാം അറിഞ്ഞൂന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എപ്പോ ചെന്നാലും ചാന്ദിനി അവിടെ ഉണ്ടാകും, അപ്പോഴേ എനിക്ക് ചെറിയ സംശയം തോന്നിയതാ. അപ്പൊ സുഭാഷ് പറയണ, എടാ അങ്ങനെയൊന്നുമില്ല, ഇന്നലെ അവിനാശ് എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്ത് ചോദിച്ചു? സുഭാഷ് എന്ത് മറുപടി പറഞ്ഞു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ കയ്യിൽ പിടിച്ച നികേഷ് പറയുന്നു, പറഞ്ഞിട്ട് പോ സുഭാഷ് ഇടാ. അപ്പൊ സുഭാഷ് പറയണ, ശരി ഞാൻ പറയാം, അത് അവിനാഷില്ലേ ഇന്നലെ. അങ്ങനെ സുഭാഷ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ പിടിക്ക് സുഭാഷ് എന്ന് പറഞ്ഞ സുധീഷും ഹരീഷും നികേഷും നിധിയും പിന്നാലെ ഓടി വരികയാണ്. സുഭാഷ് ഓടിപ്പോകുമ്പോൾ സുധീഷ് പറയുന്നു, അരെ ഭയ്യ, ഖാന കഴിക്കാൻ വന്നിട്ട് ഖാന കഴിക്കാതെ പോവുകയാണോ? ഖാന നഹിയാ? ഏത് കേട്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു, കണ്ടില്ലേടാ, കാണാം പാവത്തെ പോലെ ഇരുന്നിട്ട് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇതോർത്ത രാത്രിയെല്ലാം സന്തോഷത്തോടു കൂടി ഇരുന്ന്. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ, ഞാൻ തറവാട്ടമ്പലത്തിൽ പോയപ്പോ ശ്രദ്ധിച്ചതാ, അവർക്കിടയിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട്. ഇത് കേട്ട് ഹരീഷ് പറയണ, എന്താണെങ്കിലും സുഭാഷിന്റെ സന്തോഷമാണല്ലോ, അത് മതി. തുടർന്ന് ഹരീഷും ചന്തുവും വർക്ക്ഷോപ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് നീതു. ചന്തു പറയുന്നു, നീതുവിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട് നീതു ചോദിക്കുന്നു, എന്നെ കുറിച്ച് നല്ലത് വല്ലതാണോ പറഞ്ഞ, അതോ എന്നെ വഴക്ക് പറയുമായിരുന്നോ? ഇവനെപ്പോഴും എന്നെ വഴക്ക് പറയുകയല്ലേ ചെയ്യുന്നേ? ഞാൻ എത്ര തവണ ഹരീഷിനെ വിളിച്ചു, കോള് കട്ട് ചെയ്യുകയാണല്ലോ, ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെന്നോർത്ത് ഫോൺ എടുത്തൂടെ? കോള് കട്ട് ചെയ്ത് ഓഫ് ചെയ്യുന്നു. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ എടുക്കില്ല, കട്ട് ചെയ്യുമെന്ന് നിനക്ക് തന്നെ അറിയാമായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ അന്വേഷിച്ചു വരുന്നേ? ഇത് കേട്ട് നീതു ചോദിക്കാണ്, നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ വിട്ടുകളയണോന്നാണോ നീ പറയുന്നേ? ഹരീഷ് ചോദിക്കുന്നു, രാവിലെ കടയിലേക്ക് വന്നത് വഴക്കുണ്ടാക്കാനാണോ? അപ്പൊ നീതു പറയണ, ഇത് രാവിലെ ഒന്നുമല്ല, സമയം എത്രയായെന്നറിയോ? ഞാൻ രാവിലെ മുതൽ നിന്നെ ഫോൺ ചെയ്യുക, നീ ഫോൺ എടുക്കുന്നില്ല. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, എന്നെ ഫോൺ ചെയ്യുന്നല്ലാതെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നീതു പറയുന്നു, നിനക്ക് നിന്റെ വീട്ടുകാരെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നിന്റെ വീട്ടിൽ എല്ലാവരും നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിച്ചില്ലെങ്കിലും നിനക്കൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ, എന്റെ വീട്ടിലുള്ള ആരും എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കുന്നത് നിന്നോട് മാത്രമാ, നീയും കൂടി സംസാരിക്കുന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകും? നീ എന്താ എന്നോട് സംസാരിക്കാത്തത്? അപ്പൊ ഹരീഷ് പറയണ, സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട്. ഇത് കേട്ട് നീതു ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇഷ്ടമല്ല? എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആരോട് സംസാരിക്കാനാ നിനക്ക് ഇഷ്ടം? ചന്തു മനസ്സിൽ പറയുന്നു, ഈ വഴക്ക് ഇപ്പൊ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ആശാനെ, ഞാൻ പോയി ചായ മേടിച്ചോണ്ട് വരാം, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കും. നീതു ചോദിക്കുന്നു, നിനക്ക് എന്നെ കുറിച്ച് ഒരു വിചാരവും ഇല്ലല്ലേ? ഞാൻ ഫോൺ വിളിച്ചാൽ എന്താ നീ എടുക്കാത്തെ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ ഫോൺ എടുത്താൽ നീ നോർമലായിട്ട് സംസാരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാ ഫോൺ എടുക്കാത്തെ. എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് റിംഗിലാണ് എടുത്തെങ്കിൽ എന്താണ് ഇത്രയും നേരം ഫോൺ എടുക്കാഞ്ഞെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കും. ഏത് കേട്ട് നീതു പറയണ, നീ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഹരീഷ് പറയണ, ഇപ്പൊ പോലും വന്ന ഉടനെ വഴക്കല്ലേ? നീതു ചോദിക്കുന്നു, ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ലേ? അപ്പൊ ഹരീഷ് പറയുന്നു, ഞാൻ ഫോൺ എടുത്താലും നീ വഴക്കുണ്ടാക്കും, ഫോൺ എടുത്തില്ലെങ്കിലും വഴക്കുണ്ടാക്കും. നിനക്ക് വഴക്കുണ്ടാക്കാൻ ഒരു കാരണം വേണം, അത്രേ ഉള്ളൂ. ഇത് കേട്ട് നീതു പറയണ, അതെ, നീ എന്നെ സെൽഫിഷ് എന്ന് വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയണ, 24 മണിക്കൂറും നീ നിന്നെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കുന്നേ, അപ്പൊ നീ സെൽഫിഷ് അല്ലേ? നിനക്ക് ആരെ കുറിച്ചും ചിന്തയില്ല. വഴക്കുണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ കാരണങ്ങൾ ഉണ്ടാക്കി നീ വഴക്കുണ്ടാക്കും. ഇത് കേട്ട് നീതു പറയണ, ശരിയാണല്ലോ, ഒരു കാരണവും ഇല്ലല്ലോ, നീ എന്നെ വഴക്ക് പറയുന്നത് മാത്രം ശരിയായ കാരണങ്ങളുള്ളതാ. ദേ നോക്ക്, ഞാൻ നിന്റെ സുഭാഷേട്ടൻ ആരെങ്കിലും കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. നിന്റെ സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു. ഇനി എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഹരീഷേ. അവർ ചെയ്യുന്നതൊക്കെ നീയും കാണുന്നുണ്ടല്ലോ, ദിവസം എന്നെ ടോർച്ചർ ചെയ്യുക അവര്. എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് വന്ന് രക്ഷപ്പെട്ടാ മതി. അതുകൊണ്ടാ റോഡിൽ വെച്ച് സുഭാഷേനെ കണ്ടപ്പോൾ എന്റെ അവസ്ഥ പറഞ്ഞ് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞ്. അതിൽ എന്ത് തെറ്റാ ഹരീഷേ? ഇത് കേട്ട് ഹരീഷ് പറയുന്നു, നീ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട. അന്ന് നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ
സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. നിന്റെ വാക്കുകേട്ട് എന്ത് വിഷമിച്ചിട്ടാ ധൃതി പിടിച്ച് ഒന്നും അന്വേഷിക്കാതെ ഒരു കല്യാണത്തിന് തീരുമാനമെടുത്തത്. ഇത് കേട്ട് നീതു പറയണ, ഹരീഷ് നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ സുഭാഷ് എന്നോട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാനേ പറഞ്ഞുള്ളൂ. പെണ്ണിനെ കുറിച്ചോ പെണ്ണിന്റെ വീട്ടുകാരെ കുറിച്ചോ അന്വേഷിക്കരുത്. ഏതെങ്കിലും പെണ്ണിനെ പോയി കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ നിന്റെ സുഭാഷ് ഏട്ടൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ പറ്റുമോ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നോ, നീ എന്താടി പറഞ്ഞേ? നീ ഇതല്ല ഇതിനപ്പുറവും പറയും. അന്ന് നീ പറഞ്ഞത് കേട്ട് സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുത്തതാണ് സുഭാഷ് ഏട്ടൻ. സുഭാഷ് ഏട്ടൻ ഇപ്പം മനസ്സിലാക്കിയില്ലെന്ന്. സോറി ഹരീഷ് എന്ന് നിധു പറയുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് അപ്പുറത്തായി വന്ന ചന്തു അവരെ ശ്രദ്ധിക്കുകയാണ്. നിധു ചോദിക്കുന്നു, എന്താ ഹരീഷേ, നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. എപ്പൊ നോക്കിയാലും നിന്റെ സുഭാഷ് ഏട്ടൻ, നിന്റെ വീട്, ഇത് മാത്രമേ നിന്റെ ചിന്തയിലുള്ളൂ. ഞാൻ നിനക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു, എന്തോരം അടി വാങ്ങുന്നു, അതോർത്ത് നിനക്ക് ഒരു വിഷമവും ഇല്ലേ? ഇത് കേട്ട് ഹരീഷ് പറയണ, അതേടി എനിക്ക് ഒരു വിഷമവും ഇല്ല. നിന്നോട് ഞാനാണോ പറഞ്ഞത് കഷ്ടപ്പെടാൻ? അത് നീയായിട്ടെടുത്ത തീരുമാനമല്ലേ? അതിന് നീ എന്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കുന്നു. അവിടേക്ക് വന്ന നീതു പറയുകയാണ്, നിന്റെ അടുത്തേക്ക് വന്ന എന്നെ തല്ലണം. ഇത് കേട്ട് ഹരീഷ് പറയണ, തല്ലിക്കോ, ആര് വേണ്ടെന്ന് പറഞ്ഞു, പോടാന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി നീതു അവിടെ വന്ന് പോവുകയാണ്. അവിടേക്ക് വന്ന ചന്ദ്ര ചോദിക്കുന്നു, ആശാനെ എന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? അപ്പൊ ഹരീഷ് പറയണ, എനിക്കിതൊന്നും ശരിയാകില്ല. എപ്പോ നോക്കിയാലും വഴക്കുണ്ടാക്കുക. 24 മണിക്കൂറും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ഈ പ്രേമവും പ്രണയവും ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ ഹരീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് നികേഷും നിധിയും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ഓടി വരികയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ, ജോഗിംഗ് ആണോ? രാവിലെ ഇങ്ങനെ നടന്ന് ഓടുന്നു? സുധീഷ് പറയുന്നു, നിങ്ങള് ബസ് സ്റ്റോപ്പിലേക്കല്ലേ, ഞാനും കൂടെ വരാം. വണ്ടി പൊയ്ക്കൂടായിരുന്നു എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇന്ന് നടന്നു വരണമെന്ന് തോന്നി, നിങ്ങൾക്കൊരു കമ്പനി ആകുമല്ലോ. നികേഷ് ചോദിക്കണ, ബസ് സ്റ്റോപ്പിലേക്ക് പോയതിനു ശേഷം ജോലിക്ക് പോവല്ലേ, അപ്പൊ പിന്നെ കാർ എടുത്തോണ്ട് വരത്തില്ലായിരുന്നോ? സുധീഷ് പറയണ, ഞാനെന്തിനാ ഇത്ര നേരത്തെയൊക്കെ ജോലിക്ക് പോകുന്നത്? ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി റിലാക്സ് ചെയ്തിട്ട് പിന്നെ ജോലിക്ക് പോകുക. ഇപ്പം എന്റെ ആള് ഗായത്രി ഇല്ലേ, അവിടെ കാത്തു നിൽപ്പുണ്ടായിരിക്കും. അതുകൊണ്ടാ ധൃതി പിടിച്ച് ഞാൻ പോകുന്നേ. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ ഇറങ്ങി സുധീഷ് അങ്ങോട്ട് വരാനായി. എന്നെ കാണാതെ അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഒന്നും മിണ്ടാതെ വരുന്നേ? അപ്പൊ നിധി പറയണ, എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് എന്താ കിറുക്കാണോ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി അപ്പം സുധീഷനെ കിറുക്കാണോ? സുധീഷൻ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുമല്ലോ. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, എടാ നീ മിണ്ടരുത്. നിധി, 2 വീലർ ഉണ്ടല്ലോ, പിന്നെന്തിനാ ബസ്സിൽ പോയി കഷ്ടപ്പെടുന്നേ? 2 വീലറിന് പോകാലോ. അപ്പൊ നിധി പറയണ, വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ ചെറിയ പേടി, അതുകൊണ്ട് ഒന്നുകൂടി നന്നായി വണ്ടി ഓടിച്ചു പഠിച്ചിട്ട് ഓഫീസിലേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പൊ സുധീഷ് പറയണ, എങ്കിൽ പിന്നെ വണ്ടി ഓടിച്ച് നന്നായി പഠിക്കണം. അപ്പൊ നിധി പറയണ, അത് മാത്രമല്ല നല്ല വെയിലുണ്ട്, ഈ വെയിലത്ത് അത്രയും ദൂരം വണ്ടി ഓടിക്കുന്നത് നല്ല പാടാ. ഇത് കേട്ട് സുധീഷ് പറയണ, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും നിധി കാറിൽ യാത്ര ചെയ്ത് ശീലമായതുകൊണ്ടാ. നമുക്ക് നിധിക്ക് ഒരു കാർ വാങ്ങിച്ചാലോ? ഇത് കേട്ട് നിധി പറയണ, എനിക്ക് തോന്നുമ്പോ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ഓക്കെ ഫൈൻ. സുധീഷ് നികേഷിന്റെ തോളിലേക്ക് കൈയിടുമ്പോൾ നികേഷ് പറയുന്നു, തോട് വേദനിക്കുന്നു സുധീഷ് ഏട്ടാ, കൈ എടുക്കുക. അപ്പൊ സുധീഷ് പറയണ, ഞാൻ ഇപ്പം തോളിലേക്ക് കൈയിട്ടതല്ലേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് തന്നെ കൈയെടുത്തോളാം. നമുക്ക് സുഭാഷ് ഏട്ടന്റെയും ചാന്ദിനിയുടെയും കല്യാണം ഉടനെ നടത്തിയാലോ? ചാന്ദിനി സുഭാഷ് കൊള്ളാം. 2 രീതിയിൽ കല്യാണം നടത്തണം. ഒരു നോർത്ത് ഇന്ത്യൻ കല്യാണം, ഒരു സൗത്ത് ഇന്ത്യൻ കല്യാണം. നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കല്യാണത്തില് സുഭാഷ് ഏട്ടൻ കുതിരയുടെ പുറത്തിരുന്നായിരിക്കും വരുന്നത്. നമ്മൾ ബെല്ലെ ബെല്ലെ ഡാൻസ് കളിക്കും. പിന്നെ നമ്മുടെ നാടിന്റെ സ്റ്റൈലില് ഒരു കല്യാണം. എങ്ങനെ? ഇത് കേട്ട് നിധി പറയണ, അവരിപ്പോ സംസാരിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ, ആദ്യം അവര് നന്നായി സംസാരിച്ച് മനസ്സിലാക്കട്ടെ, അതിനുശേഷം കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. ഉടനെ കല്യാണം എന്ന് പറഞ്ഞ ധൃതി പിടിക്കണ്ട. ഒന്നിൽ നിന്നും രക്ഷപ്പെടാനായി ധൃതി പിടിച്ച് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇത് കേട്ട് നികേഷ് പറയണ, ഏട്ടത്തിയുടെ കഥയാ പറയുന്നത്. അപ്പൊ നിധി പറയണ, അങ്ങനെ വിചാരിച്ചോ? നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും പെട്ടെന്ന് അതിന്ന് പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുന്നത്, സുഭാഷ് ഏട്ടൻ ചാന്ദിനിയുമായി നന്നായി സംസാരിച്ച് അവർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കട്ടെ. അങ്ങനെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. ഗായത്രി അവിടെ സുധീഷിനെ കാത്തു നിൽക്കുകയാണ്. നിധിയും നികേഷും ഗായത്രിയെയും സുധീഷിനെയും ശ്രദ്ധിക്കുന്നു. സുധീഷ് പറയുന്നു, ദേ നോക്ക്, എന്റെ ഗായു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ. ഗായത്രി സുധീഷിനെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ, ശരി ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഗായത്രിയുടെ അരികിലേക്ക് പോവുകയാണ് സുധീഷ്. നിധിയും നികേഷും ദേഷ്യത്തോടു കൂടി അവരെ നോക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, ഗായു വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് ഗായത്രി പറയുമ്പോൾ നിധി എന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, നല്ല ദേഷ്യം വരുന്നുണ്ട്. ഗായു ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്, പിന്നെ കമ്മല് ചെയിന് ഇതെല്ലാം നന്നായിട്ടുണ്ട്. ഇത് കേട്ട് ഗായത്രി പുഞ്ചിരിക്കുമ്പോൾ നിധി എന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയാണ്, നല്ല ദേഷ്യം വരുന്നുണ്ട്, നല്ല കാര്യ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സുധീഷ് ഏട്ടന് നിൽപ്പ് കണ്ടില്ലേ, ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ ഇഷ്ടം. അപ്പൊ നിധി പറയണ, നികേഷ് നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി അതൊന്നും വേണ്ട, ഏട്ടത്തി സുധീഷ് ഏട്ടനെ വിട്ടേക്ക്, നമുക്ക് സുധീഷ് ഏട്ടനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാം. ഗായത്രി ചോദിക്കുന്നു, ഇന്നെന്താ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലേ? അപ്പൊ സുധീഷ് പറയണ, എടുക്കാൻ മറന്നുപോയി. ആ കൂളിംഗ് ഗ്ലാസ് സുധീഷിന് നന്നായി ചേരുമെന്നൊക്കെ ഗായത്രി പറയുകയാണ്. ഇതെല്ലാം കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും നികേഷും. തുടർന്ന് അവിനാശും സുഭാഷും ജോലിക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചു നിൽക്കുകയാണ്. കഴിക്കാൻ സമയമായെന്ന ഒരു ചേട്ടൻ പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന് കഴിക്കാൻ സമയമായെന്നോ? ഇപ്പൊ ജോലി തുടങ്ങിയതുപോലെ ഉള്ളല്ലോ. ശരി നിങ്ങൾ പോയി കഴിക്കും.
കഴിക്ക്. അവിനാശ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഇപ്പം കഴിക്കുന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഇത് തീർത്തിട്ട് വരാം അവിനാശെ. ഈ സമയം ഭയ്യാന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് ചാന്ദിനി. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, വാ ചാന്ദിനി, ഈ വെയിലത്ത് നടന്നാണോ വന്നേ? കോട പിടിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? നാളെ വരുമ്പോൾ കോട എടുത്തോണ്ടേ വരാവൂ. അപ്പൊ അവിനാശ് പറയണ, ഭയ്യ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിലും വെയിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെയിലില്ല, വെയിൽ കുറവാ. തുടർന്ന് സുഭാഷും ചാന്ദിനിയും അവിനാശും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. സുഭാഷ് ഭക്ഷണം എടുക്കാനായി തുടങ്ങുമ്പോൾ ചാന്ദിനി പറയുന്നു, എടുക്കണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, ഓ, എനിക്കും കൊണ്ടുവന്നിട്ടുണ്ടോ? ശരി ശരി. ചാന്ദിനി സന്തോഷത്തോടുകൂടി സുഭാഷിനും അവിനാശിനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ചാന്ദിനിയും സുഭാഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോൾ അവിനാശ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ചാന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്കി സുഭാഷ് പറയണ, ബഹുത്തച്ച. ചാന്ദിനി സ്നേഹത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം അവിനാശിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത അവിനാശ് പറയുന്നു, ഇപ്പൊ വരാം, കഴിച്ചിട്ട് പോ അവിനാശ് എന്ന് സുഭാഷ് പറയുമ്പോൾ അവിനാശ് പറയണ, ഭയ്യ, നാട്ടിൽ നിന്നാ വിളിക്കുന്നത്, പ്രധാനപ്പെട്ട കോള്, ഞാൻ ഇപ്പൊ വരാം ഭയ്യ. അങ്ങനെ അവിനാശ് അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി കഴിച്ചോ? ഇല്ലെന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ ചാന്ദിനി ഇത്? ഇതാ കഴിക്കാന്ന് പറഞ്ഞ സുഭാഷ് ഭക്ഷണം എടുത്ത് ചാന്ദിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സന്തോഷത്തോടു കൂടി അത് വാങ്ങി കഴിക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പറയണ, കറികളൊക്കെ നന്നായിട്ടുണ്ട്, ചാന്ദിനി നന്നായി പാചകം ചെയ്യുന്നുണ്ട്, കഴിക്കെന്ന് പറഞ്ഞ് കറി വിളക്കി കൊടുക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പറയുന്ന, മതി, ഇത് കഴിക്കട്ടെ, കഴിക്കുന്ന ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് പറയണ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ദിവസവും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ ഡെയിലി വീട്ടിൽ നിന്നും ഭക്ഷണം എടുത്തോണ്ട് വരും. അപ്പൊ ചാന്ദിനി പറയുകയാണ്, ഇനിയും ഭക്ഷണം കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാന്ന്. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ്. ചാന്ദിനി ഹിന്ദിയിൽ വള വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ, വള എങ്ങനെയുണ്ടെന്നാണോ ചോദിക്കുന്നത്? നന്നായിട്ടുണ്ട്. അപ്പൊ ചാന്ദിനി വീണ്ടും ഹിന്ദിയിൽ വള വാങ്ങി തരുമോ എന്ന് ചോദിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, ചൂടിയ വള? ഇത് കേട്ട് ചാന്ദിനി പറയണ, ആ, വള വേണം. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, വളയോ? ഞാൻ വാങ്ങിച്ചു തരണോന്നോ? അതേന്ന് ചാന്ദിനി തലയാട്ടുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരി, ഞാൻ വാങ്ങിത്തരാം. കുപ്പിവളയൊക്കെ എടുത്തില്ലേ? കൈ ഇങ്ങോട്ട് കാണിച്ചേ. ചാന്ദിനി പുഞ്ചിരിച്ച് നാണത്തോടുകൂടി കൈ നീട്ടുകയാണ്. കൈയിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, നന്നായിട്ട് കിലുങ്ങുന്ന വള വാങ്ങിച്ചു തരാം. കുപ്പിവള ഇടില്ലേ? ചാന്ദിനി സ്നേഹത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി, നന്നായിട്ട് കിലുങ്ങുന്ന കുറെ കുപ്പിവളകൾ വാങ്ങിത്തരാം. ശരിയെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് നാണത്തോടുകൂടി ഇരിക്കുകയാണ് ചാന്ദിനി. തുടർന്ന് സുഭാഷ് പറയുന്നു, ചാന്ദിനി കഴിക്ക്. കഴിച്ചായിരുന്നല്ലോ എന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്ത്, ഞാൻ തന്ന ഒരു വായോ? അതെങ്ങനെ ശരിയാകും? നീയും കഴിക്ക്. അങ്ങനെ സുഭാഷ് ചാന്ദിനിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. ചാന്ദിനി സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, എന്റെ കൺമുന്നിൽ തന്നെ ഇരുന്ന് ചാന്ദിനി ഭക്ഷണം കഴിക്കണം. ഇത് കേട്ട് ചാന്ദിനി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുഭാഷ് പറയുന്നു, കഴിക്ക്. പുഞ്ചിരിച്ച് സുഭാഷിനെ തന്നെ നോക്കി ചാന്ദിനി ഭക്ഷണം കഴിക്കുകയാണ്. സുഭാഷും പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുന്നു. അവർ ഓർക്കുന്നു സുഭാഷും ചാന്ദിനിയുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് ദിവ്യയും നിധിയും ഓഫീസിൽ ജോലികൾ ചെയ്യുമ്പോൾ പിന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. ഹായ് സിദ്ധാർത്ഥ് എന്ന് ദിവ്യ പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, ഞാൻ ചുമ്മാ വന്നാ, നിങ്ങൾ ജോലി ചെയ്തോ? ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ നിധി പറയണ, പ്രശ്നമൊന്നുമില്ല, ഡിസൈൻ തീർത്തിട്ട് ഞങ്ങൾ തന്നെ കാണിച്ചേനെ. സിദ്ധാർത്ഥ് പറയണ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണോ ഡിസൈൻ ചെയ്തത്? ദിവ്യ പറയണ, ഇല്ല, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിധി ഓൾറെഡി 90% വർക്ക് തീർത്തു, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന ചെയ്തതെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയണ, നന്നായിട്ടുണ്ട്. നാളെ ഞാൻ പറഞ്ഞ ക്ലയൻസ് വരുന്നുണ്ട്, അവരെ ആ പ്രസന്റേഷൻ കാണിക്കണം, അത് റെഡി ആയിട്ടുണ്ടോ നിധി? റെഡിയാണെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയണ, അവർ ആ ഡിസൈൻ കണ്ട് സാറ്റിസ്ഫൈ ആവണം, ആ രീതിയിൽ പ്രസന്റ് ചെയ്യണം നിധി. നിധി പ്രസന്റേഷൻ ചെയ്യില്ലേ? അപ്പൊ നിധി പറയുന്ന, ആ ചെയ്യാം. അപ്പൊ സിദ്ധാർത്ഥ് പറയണ, വൈകുന്നേരം വന്ന ആ പ്രസന്റേഷൻ എന്നെ ഒന്ന് കാണിക്കണം, നാളെ രാവിലെ 11 മണിക്കാണ് അവര് വരുന്നത്. തുടർന്ന് നിധി പറയണ, നാളത്തെ പ്രസന്റേഷന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട് ദിവ്യ. ആദ്യമായിട്ട് ക്ലയന്റിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പ്രസന്റേഷൻ നടത്തുന്നത്, അതുകൊണ്ടാ. ദിവ്യ പറയുന്ന, നിധി അതൊക്കെ സൂപ്പറായിട്ട് ചെയ്യും, കൂടെ സിദ്ധാർത്ഥം കാണും, ടെൻഷൻ ആവണ്ട. നിധി പറയുന്നു, ഓക്കെ, ഞാൻ കോഫി കുടിക്കാൻ പോവാ, നിധി വരുന്നുവെന്ന് ദിവ്യ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഇല്ല, ദിവ്യ പോയിട്ട് വാ. ശരി എന്ന് പറഞ്ഞ് ദിവ്യ അവിടെ വന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.